ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മളിപ്പോഴും നല്ല വാക്കുകൾ മാത്രമൊന്നുമല്ല കേൾക്കുന്നത്. ഒരുപാട് കളിയാക്കലുകൾ കേൾക്കുന്നുണ്ട്, ചില ശാപവാക്കുകൾ കേൾക്കുന്നുണ്ട്, നിന്ദാവചനങ്ങൾ, നീ ശരിയാവില്ലെന്നും നീ ഒട്ടും നല്ലതല്ലെന്നും ഒക്കെയുള്ള ഒരുപാട് മുറിപ്പെടുത്തുന്ന വാക്കുകൾ കേൾക്കുന്നുണ്ട്. ചീത്ത നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ എത്ര നന്മ ചെയ്താലും ചിലപ്പോൾ നമുക്കെതിരെ ഗൂഢാലോചനകൾ വരുന്നു, നമ്മുടെ പേര് ദോഷം വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തു നിന്നൊക്കെ ഒരുപാട് ഇങ്ങനെ നിന്ദാവചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് തളർന്നു പോകും. നമ്മളൊന്ന് സഹായിക്കാൻ പോലും ആരില്ലല്ലോ, ഒന്ന് പ്രോത്സാഹിപ്പിച്ചെടുക്കാനോ, ഞാൻ ഇത്രയും നന്മ ചെയ്തിട്ട് എന്നെക്കുറിച്ച് ഒരു നല്ല വാക്കെങ്കിലും പറയാൻ പാടില്ല എന്നൊക്കെ ഓർത്ത് നമ്മുടെ മനസ്സൊക്കെ പെട്ടെന്ന് ഇടിഞ്ഞു പോകാറുണ്ട് അല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഒരു നിന്ദാവചനം പോലും, ഒരു ശാപവാക്ക് പോലും നിന്നെ തൊടാതെ നിന്നെ പൊതിഞ്ഞു പിടിക്കുന്നതിനെ കുറിച്ച് സങ്കീർത്തകൻ പറഞ്ഞു തരുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഒരു പ്രാർത്ഥനയുടെ രൂപത്തിൽ തന്നെ സങ്കീർത്തനം 31 എടുക്കണം. അതിൻ്റെ 20ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവ് എന്നെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് മനുഷ്യരുടെ ഗൂഢാലോചന നിന്നെ തൊടാതിരിക്കാൻ വേണ്ടി അവിടുന്ന് നിന്നെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുകയാണ്. തൊട്ടടുത്ത വാക്യത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് അവിടുന്ന് നിന്നെ തൻ്റെ കൂടാരത്തിൽ പൊതിഞ്ഞു പിടിക്കും. എങ്ങനെ? മനുഷ്യരുടെ നിന്ദാവചനങ്ങൾ, അവരുടെ കളിയാക്കലുകൾ, അവരുടെ ശാപം ഒന്നും നിന്നെ ഏൽക്കാതിരിക്കാൻ വേണ്ടി അവിടുന്ന് നിന്നെ തൻ്റെ കൂടാരത്തിൽ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നു. നമുക്ക് ഒറ്റ കാര്യം ചെയ്യേണ്ടുള്ളൂ. മനുഷ്യരെന്തായാലും ഇപ്പം നമ്മൾ എന്നാ നന്മ ചെയ്താലും, നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ഉറപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ കളിയാക്കും. നമ്മുടെ നന്മയൊക്കെ അവർ തിരിച്ചറിയാതെ പോയി ഇങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. ഒരുപക്ഷെ ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനത്തെ പല സങ്കടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈശോയിൽ പ്രത്യാശ അർപ്പിച്ച് ഈശോയുടെ ആ കൂടാരത്തോട്, ഈശോയുടെ നെഞ്ചോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. മനുഷ്യർ എന്തായാലും മോശം പറയും, മനുഷ്യർ എന്തായാലും ചീത്ത പറയും. അവർക്ക് ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ ചങ്ക് തുറന്നു കൊടുത്താലും ചിലപ്പോൾ അവർക്ക് മനസ്സിലാവാണ്ടിരിക്കും, അവർക്ക് മനസ്സിലാവില്ലായിരിക്കും. ഈശോയ്ക്ക് നിന്നെ മനസ്സിലാവുന്നുണ്ട്. ആ ഈശോയിലേക്ക് ഇത്ര നാണം കെട്ട് നിൽക്കുമ്പോൾ, ഇത്ര ശപിക്കപ്പെട്ട് നിൽക്കുമ്പോൾ നീ ഈശോയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സങ്കീർത്തനം 31:20 ആ വചനം മുഴുവൻ അഭിഷേകത്തോടെ ഏറ്റെടുക്കുക. മനുഷ്യരുടെ ഗൂഢാലോചനയോ മനുഷ്യരുടെ നിന്ദാവചനങ്ങളോ ഏൽക്കാതെ അവിടുന്ന് തൻ്റെ കൂടാരത്തിൽ നിന്നെ പൊതിഞ്ഞു പിടിക്കും. അവർ ചിലപ്പോൾ നാണം കെടുത്താൻ ശ്രമിക്കുന്നുണ്ടാവും, നിങ്ങളുടെ നല്ല പേര് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. വലിയൊരു പ്രാർത്ഥനയുണ്ട്. സങ്കീർത്തനം, ഏറ്റവും വലിയ സങ്കീർത്തനം 119ാമത്തെ സങ്കീർത്തനം, Psalm 119, അതിൻ്റെ 39ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, ഞാൻ ഭയപ്പെടുന്ന അവമതി എന്നിൽ നിന്ന് അകറ്റണമേ. നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ ഒരു പേടിയുണ്ടാവും, നിങ്ങളുടെ പേര് നശിപ്പിക്കുമോ, നിങ്ങളുടെ ആ സൽകീർത്തിക്ക് അവർ ദോഷം വരുത്തുമോ, ഇവർ നിങ്ങളെ കളിയാക്കുമോ, എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുമോ, നിങ്ങളെ നാണം കെടുത്തുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയായിരിക്കും. പേടിക്കരുത്. നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് മനുഷ്യരോ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന കുറച്ച് പ്രസ്ഥാനങ്ങളോ അല്ല. ഈശോ നേരിട്ട് സംരക്ഷണം നൽകുകയാണ്. ഈശോയെ വിശ്വസിച്ചാൽ, ഈശോയെ സ്നേഹിച്ചാൽ, ഈശോയുടെ മകളാണെന്ന് നീ വിശ്വസിച്ചാൽ ഈശോ നേരിട്ട് നിനക്ക് സംരക്ഷണം തരും. സങ്കീർത്തനം 119:39 ആ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കണം, കർത്താവേ, ഞാൻ ഭയപ്പെടുന്ന അവമതി എന്നിൽ നിന്ന് അകറ്റണമേ. ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും അങ്ങനെ ഒരു നാണം കെടുന്ന സാഹചര്യം, നിങ്ങൾ ഭയങ്കര നിഷ്കളങ്കമായിട്ട് നിൽക്കുന്നു, പക്ഷേ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നു, നിങ്ങൾ വല്ലാത്ത സങ്കടത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 119:39, കർത്താവേ, ഞാൻ ഭയപ്പെടുന്ന അവമതി എന്നിൽ നിന്ന് അകറ്റണമേ. നിങ്ങളെ ആ പേടിയൊക്കെ മാറട്ടെ. ജോബിൻ്റെ പുസ്തകം 5:21 ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവ് നിനക്ക് തരുന്ന വലിയൊരു സംരക്ഷണം. ആ വചനം ഒന്ന് കണ്ടുപിടിച്ച് വായിക്കണം കേട്ടോ. കർത്താവ് നിന്നെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കും. അതിങ്ങനെ വലിയ സംരക്ഷണമായിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് വലിയൊരു ബോധ്യം കിട്ടുകയാണ്. ജോബിൻ്റെ പുസ്തകം 5:21 അന്ന് വായിക്കണേ. വായിച്ചിട്ട് ആ പ്രാർത്ഥനയൊന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്കും മറ്റുള്ളവർക്കൊക്കെ ഒരു വിശ്വാസത്തോടെ ഒരു പ്രാർത്ഥനയായിട്ട് ഏറ്റെടുക്കുക. ഇന്ന് ഈ ടോക്ക് നിങ്ങൾ കേട്ട് കഴിയുന്ന സമയത്ത് തന്നെ ഈ 3 വചനങ്ങൾ, സങ്കീർത്തനം 31:20, സങ്കീർത്തനം 119ൻ്റെ 39ാമത്തെ വാക്യം, ഒപ്പം തന്നെ ജോബിൻ്റെ പുസ്തകം 5:21, ഈ 3 വചനങ്ങളോടെ ഒന്ന് എഴുതിയെടുത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒരു ഡയറിയൊക്കെ സൂക്ഷിക്കുന്നുണ്ട്, വചനം വായിക്കാൻ വേണ്ടി, വചനം കുറിക്കാൻ വേണ്ടിയൊക്കെ ഒരു ഡയറിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഡയറിയിലേക്ക് ഇന്ന് ഈ ഒരു പ്രാർത്ഥന എഴുതിയെടുക്കണം. എന്തെങ്കിലുമൊക്കെ നാണം കെടുന്ന സാഹചര്യങ്ങളിലൂടെ, ഒരുപാട് കളിയാക്കലൂടെയൊക്കെ പോവാണ്, മനുഷ്യരുടെ ചില കുത്തുവാക്കുകൾ, മുറിപ്പെടുത്തുന്ന വാക്കുകൾക്ക് കാരണം മനസ്സിടിഞ്ഞു പോവുകയാണെങ്കിൽ, അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവർക്കും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഈ വചനമൊക്കെ കേട്ടോ. അവർ മടുത്തിരിക്കുകയാണെങ്കിൽ അവരെ ശക്തിപ്പെടുത്തേണ്ടത് മനുഷ്യരല്ല, നമുക്കൊക്കെ എന്തോരം സഹായിക്കാൻ പറ്റും. ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നവരെ ഈശോയുടെ വചനം 100 മേനി ബലം ചൂടുന്നതാണ്. 30-60 അല്ല, 100 മേനി ബലം ചൂടുന്നതാണ് കർത്താവിൻ്റെ വാക്ക്. അത് നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു സങ്കടത്തിലാണെങ്കിൽ 100 മേനി ബലം ചൂടട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും അങ്ങനെ സങ്കടത്തിലാണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിലേക്ക് വരിക. തളർന്നു പോകരുത്, തോറ്റു പോകരുത്. നിന്നെ സംരക്ഷിക്കാൻ, കൂടാരത്തിൽ പൊതിഞ്ഞു പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നിനക്കൊരു ഈശോയുണ്ട്. 100 കണക്കിന് ആളുകൾ ചുറ്റും നിന്ന് കളിയാക്കുമ്പോഴും ഒരാൾ നിന്നെ പൊതിഞ്ഞു പിടിക്കാനുള്ളപ്പോൾ ആർക്ക് നിന്നെ തോൽപ്പിക്കാൻ പറ്റും? ആർക്ക് നിൻ്റെ ശിരസ് താഴോട്ട് മാറ്റാൻ പറ്റും? സ്റ്റാൻഡ് ഹൈ, കീപ് യുവർ ഹെഡ് ഹൈ. കാരണം ഈശോയാണ് കൺമുമ്പിൽ നിൽക്കുന്നത്. ഗോഡ് ബ്ലസ് യു. ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ആമേൻ.